കണ്ടു. നല്ല രസകരമായിട്ടുള്ള സിനിമയാണ്. ഇത് കഥ കുറച്ച് സീരിയസ് ആണെങ്കിലും അത് പറയുന്ന രീതി തമാശയിലൂടെയാണെങ്കിലും ഒരു നടൻ്റെയോ സംവിധായകൻ്റെയോ വളർച്ച ഒരിക്കലും ഒതുക്കാൻ പറ്റുന്നതല്ല. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് ആ ഒരു പേര് നല്ല അറിയുന്നു മാത്രമല്ല അത് സംസാരിക്കും. അതൊരു മെസ്സേജ് ഉണ്ട് ഈ മോളിവുഡ് ടൈംസിൽ. കാരണം ഒരാളെ ഒതുക്കാൻ ശ്രമിക്കാം, പക്ഷെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്ന് തെളിയിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരുപാട് പേര് റൈറ്റേഴ്സിനും ഡയറക്ടേഴ്സുമാരെ വർക്കുകൾ തിയേറ്ററിൽ ഓടാൻ സമ്മതിക്കുന്നില്ല. അതൊക്കെ ഈ ഒരു പടത്തെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു പടം എത്ര ദിവസം ഓടുമെന്ന് അറിയില്ല, പക്ഷേ എന്തായാലും എടുത്തൊരു ധൈര്യം സമ്മതിക്കണം. കാരണം നല്ലൊരു കണ്ടന്റാണ്, ടോപ്പിക്കാണ്. പിന്നെ നെസ്ലിനാണെങ്കിലും നമ്മുടെ ഷർഫിക്കാണെങ്കിലും അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ സിനിമക്കാരും ഒരേപോലെ അല്ല, പല ഫീൽഡിലും പല രീതിയിലും പലരെയും പേര് നമുക്കറിയില്ല. എന്തായാലും പല ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പടം എല്ലാവർക്കും ഒരു മെസ്സേജാണ്, പലരെയും മാറ്റി ചിന്തിക്കാനുള്ളൊരു വേദി കൂടിയാണ്. കാരണം ഇപ്പോൾ ഒരു ഡയറക്ടറിന് ഏജ് ലിമിറ്റ് ഇല്ല. കാരണം 25 വയസ്സുള്ള ഒരാൾക്കോ 30 വയസ്സുള്ള ആൾക്കോ ഡയറക്റ്റ് ചെയ്യാം, 70 വയസ്സുള്ള ആൾക്കോ. പക്ഷേ ഉള്ളിലൊരു തല ഉണ്ടായാൽ മാത്രം മതി. നല്ലൊരു മെസ്സേജുള്ളൊരു സ്റ്റോറി ഉണ്ടെങ്കിൽ അത് ഒരു സ്റ്റാർ വാല്യുള്ള നായകൻ മാത്രമല്ല, ഒരു സാധാരണക്കാരൻ അഭിനയിച്ചാൽ പോലും ഇപ്പോൾ എന്താ പറയുക, എൻ്റെ കൂടെ നടക്കുന്ന സന്തോഷ് വർക്കി അഭിനയിച്ചാൽ പോലും നല്ല കഥയാണെങ്കിൽ വിജയിക്കും. അല്ലാതെ ഒരാളെ ഒതുക്കരുത്.